സൂപ്പർ പടം, നല്ല സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടിരിക്കാം, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പം എന്തോ സസ്പെൻസ് വെച്ചിട്ടുണ്ട് എന്തായാലും, അത് ഉറപ്പാണ്. പക്ഷേ എനിക്ക് ജയിലർ പോലെ അത്ര സെറ്റപ്പ് ആയിട്ടില്ല പടം, കാരണം പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ എന്തോ സസ്പെൻസ് ഒളിപ്പിച്ചിട്ടുണ്ട് പടം. എന്തായാലും ഹിറ്റാവും പടം, അത് ഉറപ്പാണ്. ഒരു 500 കോടി കളക്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ, കാരണം ഫസ്റ്റ് ഹാഫ് കണ്ടതേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എന്തോ സംഭവം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ജയിലർ പോലൊരു സിനിമയല്ല, ഞാൻ ഉറപ്പിച്ച് പറയാം. ജയിലർ പോലെ അത്ര വലിയൊരു പവർഫുൾ സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല, എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. പക്ഷേ ലാഗ് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കട്ടെ, നമുക്ക് കണ്ടിട്ട് പറയാം. പക്ഷേ ജയിലർ പോലെ ഒരു സിനിമയല്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയാം. പക്ഷേ BGM ആണെങ്കിലും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അഭിനയമാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എന്തോ സസ്പെൻസ് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ജയിലർ പോലെ അത്ര ഒരു മാസ് പവർഫുൾ സിനിമയാവാൻ സാധ്യത കുറവാണ്. ഇത് ലോകേഷിൻ്റെ പടം തന്നെ ആകാനാണ് സാധ്യത. രജനീകാന്ത് പറയാറിയാമല്ലോ, രജനീകാന്ത് എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡാണ്. രജനീകാന്തിലേക്ക് എന്തായാലും ഫോക്കസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ എന്തായാലും ഞാൻ പറയുകയാണ്, ജയിലർ പോലെ അത്ര വലിയൊരു പടമല്ല. നല്ല അടിപൊളി സിനിമയായിരുന്നു. നല്ല ഇതുവരെ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, അതുവരെയുള്ള എല്ലാം പക്കയായിരുന്നു. ലോകേഷിൻ്റെ ഡയറക്ഷനാണ് എല്ലാം അതുപോലെ തന്നെ നീങ്ങിൻ്റെ. രജനീകാന്ത് ആയാലും അല്ലെങ്കിൽ സൗബിൻ്റെ ആക്ടിങ് പറയാതിരിക്കാൻ വയ്യ, നല്ല പക്കയായിരുന്നു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പുള്ളിയുടെ ഡാൻസ് ആണെങ്കിൽ പോലും അത് പക്കയായിട്ട് എല്ലാം നീങ്ങിയിട്ടുണ്ട്. ഒക്കെ അല്ലേ ഇതുവരെയുള്ള ഓക്കെയാണ്. ഇനി സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ ബാക്കിയുള്ളതെല്ലാം. ലോകേഷും രജനീകാന്തോട് കൊളാബ് ചെയ്തിട്ട് ഒരു പടം ഉണ്ടാവില്ലേ, അതുപോലത്തെ എനിക്ക് തോന്നിയിട്ടില്ല. ലോകേഷിൻ്റെ ഒന്നും വിട്ടിട്ട് കളിയില്ല, എല്ലാം പക്കയായിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ജോണർ എന്ന് പറയുന്നത് ആക്ച്വലി കൈൻഡ് ഓഫ് ത്രില്ലർ തന്നെയാണ്, ഒരു കൈൻഡ് ഓഫ് ത്രില്ലറാണ്, പിന്നെ പക്കയായിട്ട് ഡ്രാമയും എല്ലാം പക്കയായിട്ട് സീറ്റ് വെക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും കിടക്കാച്ചി ചെയ്തിട്ടുണ്ട് ഈ പടം. നീ അത് കഴിയട്ടെ, കുറച്ച് നേരം കണ്ടല്ലോ, ഇത് കഴിയട്ടെ, ലാസ്റ്റ് പൊളിച്ചടക്കും. ഇത് കുഴപ്പമില്ല, ഇത് ഇപ്രാവശ്യം അതൊരു കുഴപ്പമില്ല, നല്ല ഫയർ ഇട്ടിട്ടാണ് ഇൻട്രോയിൽ നിർത്തിയിരിക്കുന്നത്. ലോകേഷിൻ്റെ ഒരു പടമെന്ന് പറയാൻ നമുക്ക് LCU ആയിട്ട് കണക്ട് ചെയ്തു അങ്ങനത്തെ ഒന്നുമല്ല, ഒരു നീറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി ഇൻട്രൊഡക്ഷനെ ഒട്ട് ഇനി സെക്കൻഡ് ഹാഫ് കണ്ടാലേ ഇനി പറയാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ എമോഷനാണ്, സെക്കൻഡ് ഹാഫിൽ ഒരു ലീഡ് കൊടുത്തിട്ടുണ്ട്. സ്പോയിലറൊന്നും ആക്കണ്ട, ആൾക്കാരൊന്ന് കാണാം. ലോകേഷിൻ്റെ സിനിമയാണ്.